മോശയ്ക്കെതിരെ രഹസ്യ യോഗം ചേർന്ന കോരഹം കൂട്ടരും 250 പേരും മരിച്ചില്ല. അവർ മരിച്ചിട്ടും മനുഷ്യരാരും കുഴി വെട്ടേണ്ടി വന്നില്ല. അവർ ജീവനോടിരിക്കെ ഭൂമി തന്നെ ശവക്കുഴി തുറന്ന് അവരെ ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. തൻ്റെ ഭക്തനെതിരെ അതരം ചലിപ്പിച്ചവരെ, തൻ്റെ വിശുദ്ധനെതിരെ വിരൽ ചൂണ്ടിയവരെ, തൻ്റെ അഭിഷക്തനെ തകർക്കാൻ അദ്ദേഹം അറിയാതെ കരുനീക്കങ്ങൾ നടത്തിയവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാത്ത നിലയിൽ ശിക്ഷിച്ചുകൊണ്ട് തൻ്റെ വിശുദ്ധനോടുള്ള ദൈവത്തിൻ്റെ നീതി എൻ്റെ ദൈവം വെളിപ്പെടുത്തിയ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദോഷത്തിന് പകരം ദോഷങ്ങളും ശകാരങ്ങൾക്ക് പകരം ശകാരങ്ങളും തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നമ്മുടെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ വിശ്വസ്തനായൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവസന്നിധിയിൽ കരമുയർത്തി സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം, ഇന്ന് രാത്രി മുറ്റത്ത് കൺവെൻഷൻ ആണെങ്കിലും ഞാൻ സുവ്യക്തമായി വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. മനുഷ്യ, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. ഒരാമേൻ പറയാമോ? ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിഞ്ഞോണം. ഒരു നിരപരാധിയും നമ്മളുടെ മുഖാന്തരം കണ്ണു നിറയപ്പെടരുത്. ഒരു നിരപരാധിയും നമ്മൾ മുഖാന്തരം മനസ്സു തകർന്നരുത്. ഒരു നിസ്സഹായനും നമ്മൾ മുഖാന്തരം വേദനിക്കാൻ തകരാൻ ഇടവരരുത്. കരുതിക്കൂട്ടി അങ്ങനെ ചെയ്താൽ പ്രതികരിക്കുന്നൊരു ദൈവമുണ്ട്. പണമുള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ, സ്വാധീനമുള്ളപ്പോൾ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തപ്പോൾ എന്തും ചെയ്യാം. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ, ന്യായവിധിയുടെ സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നിശ്ചയമായും അതിനെല്ലാം തക്ക തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു? തിരുവെടുത്ത് പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും.